അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ചിക്കൻ റോളാണ് കേട്ടോ റെസിപ്പി പറയണത്. അതിനായിട്ട് സവാളയും ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, ലെറ്റ്യൂസ് ഇവയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞത്. എന്നാൽ ക്യാരറ്റും കുക്കുംബറൊക്കെ പീലർ യൂസ് ചെയ്തിട്ട് നീളത്തിൽ തിൻ സ്ലൈസ് ആയിട്ടാണ് കേട്ടോ എടുത്തത്. ഇത്രയൊന്നും വെജിറ്റബിൾസ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ഒന്നോ രണ്ടോ റോ ആയിട്ട് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ്, അതായത് കുക്ക് ചെയ്യുന്ന പൊട്ടാറ്റോ, കോളിഫ്ലവർ അതൊന്നും എടുക്കല്ലേ. അതുപോലെ ബീൻസ് ഒന്നും എടുക്കേണ്ട. ഇങ്ങനത്തെ വെജിറ്റബിൾസ് റോ ആയിട്ട് ജസ്റ്റ് ഞാൻ ഡയറക്റ്റായിട്ട് ഇത് നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അതുകൊണ്ട് ക്യാബേജും ലെറ്റ്യൂസും അങ്ങനത്തെ ഇതൊക്കെ എടുക്കുക. ശേഷം ഇവയെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് എന്ത് ചെയ്യുക, ഉപ്പും അതുപോലെ വിനെഗറും ആവശ്യത്തിന് ചേർക്കുക. വിനെഗറിന് പകരം നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക, കുരുമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഇത് റോൾ ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ, അല്ലെങ്കിൽ എത്ര നേരത്തിൽ ചെയ്ത് വെച്ചാലും ഒന്ന് ആ ഒരു സുർക്കൊക്കെ പിടിക്കുമ്പോൾ പച്ചക്കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇവിടെ ഞാൻ ഓവൽ ഷേപ്പിൽ ലവാഷ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാനൊരു ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ചിക്കൻ എൻ്റെ കയ്യിൽ ആൾറെഡി ഒരു ലെഫ്റ്റ് ഓവർ ചിക്കന് കുറച്ച് പൊരിച്ചതുണ്ടായിരുന്നു. ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് സിംപ്ലി ഒരു ഇതിൽ പൊരിച്ചത് അതെടുത്തു. ഇനി കറിയിൽ ചിക്കൻ പീസ് എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ഇത് എല്ലാ ഷീറ്റിലും ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് സോസ് കൊണ്ട് ആർഭാടം കാണിച്ചിട്ടുണ്ട്. ഒരു സോസ് മതി കേട്ടോ ടേസ്റ്റ് ഉണ്ടാവാൻ. ഞാൻ ഇവിടെ ചില്ലിയും ടൊമാറ്റോ സോസും ഗാർലിക് മായോവും ചീസ് സോസും ഒക്കെ ഒഴിച്ചാണ്. എല്ലാം ഒരു ചെറിയൊരു എമൗണ്ട്, പക്ഷെ അത്രയൊന്നും വേണ്ട. ഏതെങ്കിലും 2 സോസ് മതി. അതായത് ടൊമാറ്റോ സോസും ഗാർലിക് മായോ അല്ലെങ്കിൽ സിമ്പിൾ മയോണൈസോ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പും വെള്ളവും മിക്സ് ചെയ്ത പേസ്റ്റ് എടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഫ്രൈ ചെയ്യുന്നത് ചുമ്മാ ഒന്ന് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. ഇത്തിരി ഓയിലിൽ മാത്രം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സിംപ്ലി ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആകും, നല്ല ബ്രൗൺ ഷെയ്ഡും കിട്ടും. ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ ചെറിയ ക്രിസ്പിനെസ് ഉണ്ടാവും, പക്ഷേ ബ്രൗൺ ഷെയ്ഡ് വല്ലാണ്ട് ഉണ്ടാവില്ല. ഇത് ലവാ ഷീറ്റ് തന്നെ വേണ്ട, നമുക്ക് നമ്മുടെ ചപ്പാത്തി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടോട്ടല ഷീറ്റ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ലവ ഷീറ്റും ഓരോ സ്റ്റൈലായിരിക്കും കേട്ടോ. ഇത് കുറച്ച് ക്രിസ്പിയാണ്, പുറം ഉള്ളിൽ നല്ല ജ്യൂസിയാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായിട്ട് എനിക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.